ഞങ്ങള് വരുന്നെന്ന് കരുതി ഇന്ന് രാവിലെ 4 മണി മുതൽ കോഴിക്കോടൻ വിഭവങ്ങൾ ഡയറ്റ് അല്ല, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡയറ്റ് ചെയ്തോണ്ട് വരരുതെന്ന് പ്രത്യേകം പറഞ്ഞാണ് കേട്ടാ. അല്ല, താരിശാനെ പറയട്ടെ, ഇതെന്തൊക്കെയാ താരിശ? ഇത് ചട്ടിപ്പത്തിരി ഉണ്ട്, പിന്നെ കല്ലുമ്മക്കായ നിറച്ചത്, പിന്നെ ഇത് ബീഫാണ് സ്പെഷ്യൽ, പിന്നെ ഇത് നെയ്മീൻ പൊള്ളിച്ചത്. അല്ലാഹേ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡയറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാര്യം കോഴിക്കോട് എന്ന് പറയുമ്പോഴേ കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം ഒക്കെ ഈ ഫുഡിന്റെ വെറൈറ്റീസ് അപ്പം നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വെൽക്കം ചെയ്യാൻ റെഡിയാക്കി വെച്ചു. ഇനി ലഞ്ച് സ്പെഷ്യൽ വേറെ ഉണ്ടെന്നാ പറയുന്നത്. കോഴിക്കോട് സ്പെഷ്യൽ ദം ബിരിയാണി. എന്റെ സ്പെഷ്യൽ ദം ബിരിയാണിയും കൂടെ കഴിച്ചിട്ടേ പോകാനുള്ളത്. നമ്മളെ ഇന്ന് പൊട്ടിക്കുമെന്നുള്ള ഒരൊറ്റ ഫുഡ് ചലഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ആ ഒരു രീതിക്ക് നമ്മളെ കൂടെ ആക്കി ഫുഡ് ചലഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ആള്. ഇൻസ്റ്റാഗ്രാം പേജിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ ഈ നമ്മള് ഫുഡ് സ്വന്തമായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകല്ല, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആള് കൊണ്ടുപോയി ഫുഡ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഞാൻ പേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ അരി. അപ്പൊ കോഴിക്കോട് വന്നിട്ട് എന്താ പറയാ, ഡയറ്റ് പൊട്ടിക്കുകയല്ല, എന്നാലും കോഴിക്കോടിന്റെ സ്പെഷ്യൽ സാധനമാണത് ഈ ഒരു സാധനം എന്ന് പറയുന്നത് കല്ലുമേക്ക. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ തന്നെ ആ ഒരു രീതിയിലൊന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര ഭാഗ്യമല്ല. അപ്പൊ നമ്മുടെ കോഴിക്കോട് സ്പെഷ്യൽ കഴിക്കാണ് കേട്ടോ. വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളു കേട്ടോ താരിച്ച. എന്തായാലും പൊളി. അപ്പൊ ഇതാണ് കോഴിക്കോടിന്റെ സ്പെഷ്യൽ. കോഴിക്കോട് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ പറയുന്ന ഒരു സാധനമാണ് കല്ലുമ്മേക്ക നിറച്ചത്. ആണല്ലേ? ഭക്ഷണത്തിന്റെ കാര്യത്തില് ആ ഒരു സ്നേഹത്തില് ആ ഒരു സന്തോഷം നമുക്ക് തരുന്നതുകൊണ്ട് തന്നെ ആ ഒരു രുചിയാനത് അറിയാൻ പറ്റുന്നത്. മറ്റെന്തോ ചട്ടിപ്പത്തിരി അല്ലേ? ഇതെന്തായിരുന്നു താരിശ? ചട്ടിപ്പത്തിരി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാ വന്നത്. ഞങ്ങൾക്ക് അറിയായിരുന്നു ഇവിടെ വന്നാൽ പെട്ടുപോകുമെന്ന്. അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക്സ്, ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇത്രയും സ്നേഹത്തോടു കൂടി ഇത്രയും രുചിയേറിയ വിഭവങ്ങളൊക്കെ കഴിക്കാൻ കിട്ടിയതിനും കൂടി. എടാ അതാരാ വന്നത്? വാദിക്കലാരാ?